അഫ്ഗാനിസ്ഥാനെതിരെ മുഴുനീള യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോഴും പാകിസ്ഥാൻ ഭയക്കുന്നത് ഇന്ത്യയാണ്. താലിബാനെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാന് പിന്തുണയുമായി ഇന്ത്യ എത്തുമോ എന്നുള്ള ഭയമാണ് പാകിസ്ഥാനുള്ളത്. കാരണം കഴിഞ്ഞ 1-2 വർഷക്കാലമായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും പ്രത്യേകിച്ച് പുതിയ താലിബാൻ ഭരണകൂടവുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ വർഷം ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഡൽഹിയിൽ ഒരാഴ്ചക്കാലത്തെ സന്ദർശനമാണ് താലിബാൻ വിദേശകാര്യമന്ത്രി നടത്തിയത്. വളരെ നിർണായകമായ പല ഉഭയകക്ഷി കരാറുകളും ഈ യാത്രയിൽ ചർച്ച നടത്തുകയും ചെയ്തു, ഒപ്പിടുകയും ചെയ്തു. തിരികെ കാബൂളിലേക്ക് പോയ അഫ്ഗാൻ മന്ത്രിക്കൊപ്പം ഇന്ത്യയുടെ ചില വാഹനങ്ങളും ഉണ്ടായിരുന്നു. ആ വാഹനങ്ങളിൽ നിറയെ ആയുധങ്ങളെന്നായിരുന്നു അന്ന് പാക് മാധ്യമങ്ങൾ ആരോപിച്ചത്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് താലിബാൻ സേന പാകിസ്ഥാനെ ആക്രമിച്ചത് എന്ന ആരോപണവും പാക് മാധ്യമങ്ങൾ പിന്നീട് ഉന്നയിച്ചു. എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാൻ ഇന്ത്യ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാലും ഇപ്പോഴും പാകിസ്ഥാൻ ഭയക്കുന്നത് ഇന്ത്യ താലിബാനെ സഹായിക്കാൻ ഒരു ഘട്ടത്തിൽ എത്തുമെന്ന് തന്നെയാണ്. എന്നാൽ എത്ര യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. അത് ഇന്ത്യയുടെ നയതന്ത്ര നിലപാടാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാന്റെ പേക്കൂത്തിന് നിന്നുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാകില്ല. അതുമാത്രവുമല്ല അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ പാകിസ്ഥാൻ രാത്രിയുടെ മറവിൽ, ഇരുട്ടിൻ്റെ മറവിൽ ബോംബ് വർഷിക്കുന്നത് ഇന്ത്യ നോക്കിയിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നടക്കുന്ന അഫ്ഗാനിസ്ഥാൻ ആക്രമണം പാകിസ്ഥാൻ നിർത്തിയില്ലെങ്കിൽ അതിനുള്ള തിരിച്ചടി ഉടനുണ്ടാകുമെന്ന് ലോക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പലപ്പോഴും ഇന്ത്യയുടെ ആക്രമണം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതികാരം നേരിട്ടായിരിക്കില്ല. ഇന്ത്യ പ്രതികാരം നേരിട്ട് ചെയ്യണമെങ്കിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നേരിട്ട് പ്രതികാരം ചെയ്തതാണ്. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ പ്രതികാരമായിരുന്നു. 4 ദിവസം കൊണ്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തവിട് പൊടിയാക്കി. 11 ഭീകര കേന്ദ്രങ്ങൾ, ലഷ്കർ ഇ തോയ്ബയുടെ, ഹിസ്ബുൾ മുജാഹിദീൻ്റെ അടക്കമുള്ള 11 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തവിട് പൊടിയാക്കിയത്. അതുകൊണ്ട് ഇന്ത്യ നേരിട്ട് ആക്രമണം നടത്തണമെന്ന് വെച്ചാൽ ഇന്ത്യ ആക്രമിക്കും. പക്ഷേ പലപ്പോഴും ഇന്ത്യ അങ്ങനെയല്ല. കാരണം ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവൽ വന്നതിനൊക്കെ ശേഷം തന്ത്രപരമായിട്ടുള്ള പല നീക്കങ്ങളുമാണ് ഇന്ത്യ നടത്തുന്നത്. അതിൻ്റെയൊക്കെ ഫലം നമ്മൾ പലപ്പോഴും പാകിസ്ഥാനിലും അതുപോലെ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളിലൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ തന്ത്രപരമായ നീക്കങ്ങളുടെ ഫലമാണ് ബലൂജി മേഖലയിൽ ഉണ്ടായ ബലൂജ് ലിബറേഷൻ ആർമിയുടെ വളർച്ച. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്രമാത്രം വലിയൊരു സൈനിക സംവിധാനമായി ബലൂജ് ലിബറേഷൻ ആർമി മാറി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പതിറ്റാണ്ടുകളായി ബലൂചിസ്ഥാൻ എന്ന മേഖലയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അതിൻ്റെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് BLA. പക്ഷേ അന്നൊക്കെ അവരുടെ പ്രവർത്തനം തുലം കുറവായിരുന്നു. അവരെ അടിച്ചമർത്തുകയായിരുന്നു പാകിസ്ഥാൻ സൈന്യം ചെയ്തത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിപ്പുറം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉണ്ടാക്കിയെടുത്ത മേൽക്കോയ്മ, ബലൂജ് മേഖല ഇപ്പോൾ അവരുടെ കയ്യിലാണ്. കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ്റെ 2 സൈനിക പോസ്റ്റുകളെ അവർ ആക്രമിച്ചു. പാകിസ്ഥാൻ്റെ ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസർ റെയ്ഡ് ചെയ്തു. അവിടെയുള്ള പോലീസുകാരെ ബന്ദികളാക്കി. അവിടെയുള്ള ആയുധങ്ങൾ മുഴുവൻ അവർ കൊള്ളയടിച്ചു. അങ്ങനെ പാകിസ്ഥാൻ്റെ ഒരു ഭൂപ്രദേശം, പാകിസ്ഥാൻ്റെ ഒരു പ്രവിശ്യ മുഴുവൻ ബലൂജ് ലിബറേഷൻ ആർമിയുടെ കൈകളിലാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഖൈബർ പഷ്തൂങ്ക മേഖല വന്നാലോ, അവിടെ TTP, പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രീക്ക് താലിബാൻ, ആ താലിബാൻ വളരെ ശക്തി പ്രാപിക്കുന്നുണ്ട്. മറുഭാഗത്ത് അവരെ പിന്തുണയുമായി അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടമുണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത് മുഴുവൻ പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനൊക്കെ ആരൊക്കെയോ പിന്തുണ നൽകുന്നുവെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. അതിന് പാകിസ്ഥാൻ ആരോപിക്കുന്ന ഇന്ത്യയാണ്. ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ സാമ്പത്തിക സൈനിക സഹായത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അല്ലാതെ ഈ ബലൂജ് ലിബറേഷൻ ആർമിക്ക് എവിടെ നിന്നാണ് ഇത്രയും ആയുധങ്ങൾ, എവിടെ നിന്നാണ് പണം? ഈ തെഹ്രീക്ക് താലിബാന് കേവലം ഒരു സായുധ ഭീകര സംഘടന എന്നൊക്കെ പാകിസ്ഥാൻ ആരോപിക്കുന്ന തെഹ്രീക്ക് താലിബാൻ എവിടെ നിന്നാണ് ഈ പണം, എവിടെ നിന്നാണ് ഇത്രയും വലിയ ആധുനികമായ ആയുധങ്ങൾ, റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് പാകിസ്ഥാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അതിന് മറുപടി പറയുന്നില്ല. എന്തായാലും പാകിസ്ഥാൻ സൈന്യത്തിനെ തുരത്തി ഓടിക്കുന്ന
പണി അവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറി ആഞ്ഞടിച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മുഴുനീള യുദ്ധം അഫ്ഗാനിസ്ഥാനുമായി നടത്തുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന് കുറച്ച് ഫൈറ്റർ ജെറ്റുകളൊക്കെ ഉണ്ട്. ഇല്ലെന്നൊന്നും നമുക്ക് സമ്മതിച്ചിട്ട് കാര്യമില്ല. പാകിസ്ഥാൻ സൈന്യത്തിന് അത്യാവശ്യം ഫൈറ്റർ ജെറ്റുകളുണ്ട്, അവരുടെ പക്കൽ ആയുധങ്ങളുണ്ട്, ആണവായുധമുണ്ട് എന്നുള്ള ഒരു അഹങ്കാരവും അവർക്കുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പാകിസ്ഥാനുള്ളിൽ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയുള്ള ആക്രമണം ഇത്രത്തോളം രൂക്ഷമാകുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന് തന്നെ നിൽക്കക്കളില്ലാത്ത സാഹചര്യത്തിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത്. ഇവിടെ പാക് അധീന കാശ്മീരിൽ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. ഇന്ത്യക്ക് അനുകൂലമായുള്ള പ്രക്ഷോഭങ്ങൾ. പാകിസ്ഥാനിൽ നിന്ന് പാക് അധീന കാശ്മീരിനെ വിമോചിപ്പിക്കണമെന്നും ഇന്ത്യയോടൊപ്പം ചേരണമെന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭമാണ് പാക് അധീന കാശ്മീരിൽ ഉടലെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബലൂജ് മേഖലയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വലിയ പ്രതിഷേധം, ഖൈബർ പഷ്തൂങ്ക മേഖലയിൽ തെഹ്രീക്ക് താലിബാന്റെ പ്രതിഷേധം. അങ്ങനെ പാകിസ്ഥാൻ എന്ന രാജ്യം ആകെ പ്രതിസന്ധിയിലായിരിക്കുന്നു. അതിനിടയിലാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അപ്പോഴും പാകിസ്ഥാൻ ഭയക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയ്ക്കെത്തുമോ? പാക് അഫ്ഗാൻ യുദ്ധത്തിൽ ഇന്ത്യ താലിബാനെ സഹായിക്കുമോ? ഇതാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ഭയപ്പാട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അടക്കം പാകിസ്ഥാൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഭരണ നേതാക്കളടക്കം സൗദി അറേബ്യയിലെത്തി സൗദി ഭരണാധികാരികളുമായി ചർച്ച നടത്തിയത്. സൗദി അറേബ്യയും പാകിസ്ഥാനുമായി ചില സൈനിക ഉടമ്പടികൾ നേരത്തെ തയ്യാറാക്കിയിരുന്നു. ആണവായുധ കൈമാറ്റ കരാറടക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയുടെ സൈനിക പിന്തുണ തേടി പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു. ഇന്ത്യ താലിബാനെ സഹായിക്കുമോ എത്തുമോ എന്നുള്ള ഭയപ്പാടാണ് ഇപ്പോൾ പാകിസ്ഥാനെ അലട്ടുന്ന ഏറ്റവും വലിയ വിഷയം.